സംസ്ഥാനത്തെ വന്യജീവി ശല്യം എത്രത്തോളം ദുഷ്കരമാണ്, അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ അത് എത്രത്തോളം ബാധിക്കുന്നുണ്ട്, അവരുടെ ജീവന് ഭീഷണിയായി നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഇതിന്റെ പേരിൽ ഈ വന്യജീവികളെ തുരത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ തർക്കം സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. കേന്ദ്ര നിയമമാണ് മാറ്റേണ്ടതെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. സംസ്ഥാനത്തിന് എല്ലാവിധ അധികാരങ്ങളുമുണ്ട്, അത് വേണ്ട വിധത്തിൽ പ്രയോഗിക്കുന്നില്ല എന്നതാണ് പ്രശ്നമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. അപ്പോൾ അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര വനം മന്ത്രി ഇത്തരത്തിലൊരു സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ ഒരു പ്രതികരണവുമായി രംഗത്തേക്ക് എത്തിയത്. അതിനെതിരെ വനം മന്ത്രി തന്നെ രംഗത്തേക്ക് എത്തുന്ന സാഹചര്യമാണ്. അതിൽ ഇപ്പോൾ വീണ്ടും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ടെന്ന പ്രസ്താവന തെറ്റാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ജനങ്ങളോട് ഖേദപ്രകടനം നടത്തണമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. പ്രശ്നത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നിന്ന് UDF പിന്മാറണം. കാട്ടുപന്നിയെ കാറ്റഗറി 1 ഉൾപ്പെടുത്തുന്ന കാര്യം നിയമവിദഗ്ധരുമായി കൂടിയാലോചിക്കും. കർണാടക അടക്കം അയൽ സംസ്ഥാനങ്ങളുമായി വിഷയത്തിൽ ചർച്ച നടത്തുമെന്നും മന്ത്രി ന്യൂസ് 18നോട് പ്രതികരിച്ചു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ചുമതലപ്പെട്ടവർ കേരളത്തിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ വിവരം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി കേരള സർക്കാർ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ശരിവെക്കുന്നതും BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളുടെയും മറ്റു ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെയും പ്രചരണം അപവാദ പ്രചരണമാണെന്നും ഗവൺമെന്റിനെതിരെ ജനങ്ങളെ അണിനിരത്താനുള്ള രാഷ്ട്രീയ ആയുധമായുമാണ് ഈ പ്രശ്നത്തെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് മന്ത്രിയുടെ പ്രതികരണം. അപ്പോൾ